ഇന്ന് അൻസിബയാണ് ഔട്ടായിരിക്കുന്നത്. അൻസിബയെ എന്ത് ബേസിൽ ഔട്ടാക്കിയതെന്ന് എനിക്കറിയില്ല. അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം ബിഗ് ബോസ് ഹൗസിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അൻസിബ തന്നെയാണ്, നോ ഡൗട്ട്. എപ്പോഴും ലാലേട്ടൻ ഓരോ വീക്കിലും വന്ന് പറയണത് ബിഗ് ബോസ് ഇവിടെ വന്ന എത്ര പേർപ്പെട്ട ക്യാരക്ടർ ഇവിടെ വന്നാലും ഇവിടെ വന്നിട്ട് നല്ല ഷേപ്പായിട്ട് അതായത് നല്ലൊരു മനുഷ്യനായിട്ട് മാറി പല നമ്മൾ ത്യാഗങ്ങളും സഹിച്ചത് ഇവിടെ നിൽക്കുന്ന നമ്മളെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഒരു പുതിയ മനുഷ്യനായിട്ട് പുറത്തേക്ക് പോകുന്നതാണ് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് അൻസിബിക്കാണ് ഇവിടെ എവിക്ഷനിൽ ഏറ്റവും കമ്മി പോയിൻറ്റ്സ്. ലാസ്റ്റ് അംസരേനെ പോയത്, അതിൻ്റെ താഴെ ഇരിക്കുന്നത് ശ്രീതുവും പിന്നെ ഋഷിയാണ്. അത് കഴിഞ്ഞിട്ടാണ് അൻസിബ വരുന്നുള്ളൂ. അപ്പോൾ ഈ അൻസിബയുടെ താഴെ വോട്ട് ഏറ്റവും കമ്മിയുള്ള ആൾക്കാർ അവിടെ നിൽക്കെ എങ്ങനെയാണ് അൻസിബ ഔട്ടാവുന്നത്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അൻസിബയെ എങ്ങനെയാണ് ഔട്ടാവുന്നത്? അപ്പോൾ അൻസിബയെ ഔട്ട് ചെയ്തതാണ്, അതായത് ജാസ്മിൻ പോലെ നെറിക്കെട്ട വാക്കുകളിൽ സംസാരിക്കാൻ അറിയാത്ത വാക്കുകൾ, വൃത്തികെട്ട ലാംഗ്വേജ് സംസാരിക്കുന്ന, പുളിച്ചത്തേറി പറയുന്ന ആൾക്കാരാണ് സമൂഹത്തിലേക്ക് വേണ്ടതെന്ന് തെളിയിച്ചു കൊടുക്കുന്ന ബിഗ് ബോസ് എന്ന സെലക്ഷൻ വഴിയാണ് ഇവിടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ബിഗ് ബോസിൻ്റെ ആഗ്രഹം അങ്ങനത്തെ ജാസ്മിനെ പോലെ തെറിച്ച പെണ്ണുങ്ങളാണ് ഈ സമൂഹത്തേക്ക് വേണ്ടത് എന്ന് തെളിയിക്കുകയാണ് ഈ ബിഗ് ബോസ്. അതിനെ പ്രോത്സാഹിപ്പിക്കണം. മിഠായി കൊടുത്തും ഗിഫ്റ്റ് കൊടുത്തും പിന്നെ തൂക്കിത്തുകൊണ്ട് ലാലേട്ടൻ വന്നു. ലാലേട്ടൻ അറിയുന്നില്ലേ?